ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ വിവിധ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഹൈക്കോടതി കഴിഞ്ഞ തവണ തള്ളിയിരുന്നു. സർക്കുലർ പ്രഥമ ദൃഷ്ട്യാ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു കോടതി നടപടി. കേന്ദ്ര ചട്ടങ്ങളോട് യോജിച്ചു നിൽക്കുന്നതാണ് സർക്കുലറിലെ നിർദ്ദേശങ്ങൾ. അതിനാൽ സർക്കുലറിൽ ഇടപെടാൻ കാരണങ്ങളില്ല എന്നായിരുന്നു കോടതി നിലപാടെടുത്തത്. CPIM നേതാക്കൾക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവം വലിയ തീഗോളമായിരുന്നെന്ന് പരിക്കേറ്റ ആമിന. അമ്പലത്തറ CPIM നേതാക്കൾക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ കണ്ടത് വലിയ തീഗോളമായിരുന്നെന്ന് പരിക്കേറ്റ ആമിന പറഞ്ഞു. മുന്നിലെ പാറയിൽ തട്ടി എന്തോ ഒന്ന് കണ്ണിലേക്ക് തെറിച്ചു. കൊച്ചുകുട്ടികൾ നിൽക്കുന്ന സമയത്താണ് ആക്രമണം നടന്നതെന്നും ആമിന പറഞ്ഞു. അതേസമയം രതീഷിന് 2018 മുതൽ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് CPIM പറഞ്ഞു. ലഹരി മാഫിയ സംഘവുമായി രതീഷിന് ബന്ധമുണ്ട്. മുൻപുണ്ടായിരുന്ന പ്രശ്നത്തിന്റെ പേരിൽ രതീഷ് ആക്രമണം നടത്തുകയായിരുന്നുവെന്നും CPIM പറഞ്ഞു. മുൻപുണ്ടായിരുന്ന പ്രശ്നത്തിന്റെ പേരിൽ രതീഷ് ആക്രമണം നടത്തുകയായിരുന്നുവെന്നും CPM പറഞ്ഞു. പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങി, മത്സ്യ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. പെരിയാറിൽ മത്സ്യസമ്പത്ത് പൂർണ്ണമായും ചത്തുപൊങ്ങി, മത്സ്യ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. പെരിയാറിൽ കൊച്ചി എടയാർ വ്യവസായ മേഖലയിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത്. രാസമാലിന്യം പുഴയിൽ കലർന്നെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചത്തുപൊങ്ങിയ മീനുകൾ മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി ഉയർന്നു. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ചത്ത മത്സ്യങ്ങളെ കൂട്ടത്തോടെ കണ്ടത്. ഇത്രയധികം മത്സ്യം ചത്തുപൊങ്ങുന്നത് ആദ്യമായിട്ടാണ്. അതിനിടെ ചത്ത മീനുകളെ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് പ്രതിഷേധം നടത്തി വരാപ്പുഴയിലെ നാട്ടുകാർ. തെറ്റ് ചെയ്തിട്ടില്ല, കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയായിരുന്നു ആ ശസ്ത്രക്രിയ. അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടറുടെ മൊഴിയെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയെന്നതുമാണ് ഡോക്ടറുടെ മൊഴി. നാവിൽ ശസ്ത്രക്രിയ നടത്തിയ വിവരം കുട്ടിയുടെ രക്ഷിതാക്കളോട് പറയാതിരുന്നത് തെറ്റായിപ്പോയെന്നും ഡോക്ടർ പറഞ്ഞു. തിരുവനന്തപുരത്ത് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. ഇടത്തറ സ്വദേശി ശ്രീകലയാണ് മരിച്ചത്. മഴയിൽ കുതിർന്നിരുന്ന പഴയ വീടിന്റെ ചുമരാണ് ഇടിഞ്ഞു വീണത്. ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. പഴയ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്ത് ശക്തമായ മഴയായിരുന്നു. ഈ മഴയിൽ കുതിർന്ന അവസ്ഥയിലായിരുന്നു ചുമരുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഈ ഭാഗത്തു നിന്ന് വീട്ടമ്മയുടെ മുകളിലേക്ക് ചുമര് ഇടിഞ്ഞു വീഴുകയായിരുന്നു. EP ജയരാജൻ വധശ്രമ കേസ് കെ സുധാകരൻ കുറ്റവിമുക്തൻ. LDF കൺവീനർ EP ജയരാജൻ വധശ്രമ കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റവിമുക്തൻ. കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് കെ സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. 2016 കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. 1995 ഏപ്രിൽ 12 ട്രെയിനിൽ വെച്ച് EP ജയരാജനെ വധിക്കാൻ ശ്രമമുണ്ടായത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങവേ ആന്ധ്രയിലെ ഓങ്കോളയിൽ വെച്ചാണ് വധശ്രമം ഉണ്ടായത്. അവയവക്കടത്ത് കേസ് സബിത് 2 ആഴ്ച മുൻപ് പോലും ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയെന്ന് വിവരം. കൊച്ചി അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത്.
അറസ്റ്റിലായ സബിത് 2 ആഴ്ച മുൻപ് പോലും അവയവ കച്ചവടത്തിനായി ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയി. സബിത് അവയവ കച്ചവടം നടത്തിയ ആളുകളെ കണ്ടെത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് തീരുമാനം. ഏതൊക്കെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുന്നതിനാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നത്. വൃക്കയ്ക്ക് പുറമെ കരളിന്റെ ഭാഗവും കച്ചവടം ചെയ്തതായി സംശയമുണ്ട്. അവയവ കച്ചവടത്തിന് പോയ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലർ തിരികെ വന്നില്ല. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുകയാണ്. സ്വർണവിലയിൽ ഇന്ന് ആശ്വാസം. ഇന്നലെ സർവകാല റെക്കോർഡിലെത്തിയിരുന്നു. ആദ്യമായി 1 പവൻ സ്വർണത്തിന് 55,000 കടന്നു. ഇന്ന് 400 രൂപയുടെ വർധനവാണ് ഇന്നലെ 1 പവൻ സ്വർണത്തിന് ഉണ്ടായത്. ഇതോടെ 55,120 രൂപ നിരക്കിലാണ് വ്യാപാരം നടന്നത്. ഇന്ന് 480 രൂപയുടെ കുറവാണ് വിലയിൽ ഉണ്ടായിട്ടുള്ളത്. 54,640 രൂപയാണ് ഇന്നത്തെ വില. 6,830 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.